നമസ്കാരം. MDMA-യും ഹൈബ്രിഡ് കഞ്ചാവും ഉൾപ്പെടെയുള്ള മാരക ലഹരി പ്രയോഗത്തിൽ കേരളം ആശങ്കയിൽ കഴിയുമ്പോഴാണ് മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിൽ എയ്ഡ്സ് വ്യാപനത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിലാണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 10 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എണ്ണം ഇനിയും കൂടിയേക്കാം എന്ന് മലപ്പുറം DMO പറയുന്നു. അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിങ്ങിന് വിധേയമായപ്പോഴാണ് ഇങ്ങനെ അവർക്ക് HIV പോസിറ്റീവ് വന്ന് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഏകദേശം ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് ഒരു 10 പേരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. HIV ബാധ ആദ്യം കണ്ടെത്തിയത് ഈ ലഹരി സംഘത്തിലെ മലയാളിയിലാണ്. പരസ്പരം കൈമാറി ഉപയോഗിച്ച ലഹരി നിറച്ച സിറിഞ്ചിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് രോഗം കടന്നിരിക്കുന്നത്. മയക്കുമരുന്നിനും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ കേരള യാത്ര പുരോഗമിക്കുന്നതിനിടെയാണ് സൂചിത്തുമ്പിലെ മഹാവിപത്തിന്റെ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ജാഗ്രതയും നടപടിയും എന്തായിരിക്കുമെന്ന് ചർച്ച ചെയ്യുന്നു ഇന്ന് എൻകൗണ്ടർ പ്രൈം. പ്രേക്ഷകർക്ക് സ്വാഗതം. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ B. രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ഇനി ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ SS ലാലി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആരോഗ്യ വിദഗ്ധ ഡോക്ടർ AK ജയശ്രീ നമ്മളോടൊപ്പമുണ്ട്. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫും ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ അതിഥിയാണ്. ആദ്യം ശ്രീ B. രാധാകൃഷ്ണൻ, ഇന്നിപ്പോൾ ഈ പുറത്തു വരുന്ന വിവരം അത് വളാഞ്ചേരിയിൽ ഏതാനും പേരിൽ, അതായത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ആളുകളിൽ വളരെ സാധാരണ നിലയിൽ നടത്തുന്ന പരിശോധനയിലാണ് എയ്ഡ്സ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ചും DMO പറഞ്ഞതനുസരിച്ചും 10 പേർക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 7 പേർ മലയാളികളും 3 ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ്. ആദ്യം എയ്ഡ്സ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു മലയാളിയിലാണ്. അവിടെ നിന്ന് സിറിഞ്ച് വഴി ലഹരി ഉപയോഗിച്ച മറ്റുള്ളവരിലേക്കും ഈ രോഗം പടർന്നു എന്നാണ് DMO ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരമാണ്? ഇത് തീർച്ചയായിട്ടും ഇതൊരു വളരെയേറെ ആദ്യം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ലഹരി ഉപയോഗത്തിൽ കൂടി ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരിക എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ HIV കണ്ടെത്തി, ഇപ്പോൾ ഡോക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ അവർക്കറിയാം ഇത് മാത്രമല്ല, ഹെപ്പറ്റൈറ്റിസ് Bയും Cയും ഒക്കെ ഇത്തരത്തിലുള്ള സിറിഞ്ച് ഉപയോഗിക്കുന്നത് കൊണ്ട്, സിറിഞ്ച് മാറിത്തിരിഞ്ഞ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് വളരെയേറെ ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം ഇത് ഉണ്ടാകേണ്ടതുണ്ട്. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇത് ലഹരി കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും മറ്റ് ആരോഗ്യവകുപ്പ് പ്രവർത്തകരാണെങ്കിലും എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി ഇത് കുറച്ചുകൂടി കടുത്ത ഒരു പ്രശ്നത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ ഇന്നത്തെ വാർത്ത കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. കാര്യം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള മാരക രോഗങ്ങൾ, ഇത് മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇപ്പോൾ ഒരു ബ്രെയിൻ ഇതാവുന്നതോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ എന്നുള്ളതിലുപരി കുറച്ചുകൂടി കടുത്ത രോഗങ്ങളിലേക്ക് ആൾക്കാർ എത്തുന്നു, അവരുടെ ജീവിതം തന്നെ നശിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത്തരം പ്രദേശങ്ങളിൽ പരിശോധന കർശനമാക്കാൻ തന്നെയാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. പരിശോധന കൂടുതൽ കർശനമാക്കുക തന്നെ ചെയ്യും. ശ്രീ B. രാധാകൃഷ്ണൻ, ഇന്ന് ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ DMOയുടെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചൊരു കാര്യം, ഇതിൽ ഇപ്പോൾ എയ്ഡ്സ് കണ്ടെത്തിയിട്ടുണ്ട്, അതേസമയം ഇതിൻ്റെ വ്യാപനത്തിൻ്റെ തോത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇതൊരു പക്ഷേ പലയിടങ്ങളിലേക്കും, ഇതിപ്പോൾ ഏതെങ്കിലും ഒരു വളാഞ്ചേരി എന്ന് പറയുന്ന ഒരു മേഖലയെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. ഇത് കേരളത്തിൻ്റെ ഇതര ഇടങ്ങളിലും ഒരുപക്ഷെ പരിശോധനകൾ വ്യാപകമാകുന്തോറും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നാണ്. അതിൽ അവർ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, എയ്ഡ്സ് സ്ഥിരീകരണം മാത്രമാണ് നടന്നിട്ടുള്ളത്, പക്ഷേ ഈ സിറിഞ്ചിൻ്റെ ഉപയോഗം അത് എത്ര പേരിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്, അത് ഏത് സമൂഹത്തിൻ്റെ ഏത് തട്ടുവരെ കടന്നിട്ടുണ്ട് എന്ന കാര്യമൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഇതിപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിൽ നടത്തിയ ഒരു സർവേയിലാണ് 10 പേരുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും സമൂഹത്തിൻ്റെ ഇതര തട്ടിലേക്കും കടക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിലും സിറിഞ്ചിൻ്റെ കാര്യത്തിലുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയാണോ അവരിത് ഉപയോഗിക്കുന്നത്? അതോ ഒരേ സിറിഞ്ചും ഒക്കെ തന്നെ ആളുകൾ മാറി മാറി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥൻ പറയുകയാണെങ്കിൽ ഇത് കുറെ കൂടി ഇതിൻ്റെ വ്യാപനത്തിൻ്റെ തോത് കൂടാനല്ലേ സാധ്യത? ഇത് ചില സ്ഥലങ്ങളിലെങ്കിലും സിറിഞ്ച് മാറി ഉപയോഗിക്കുന്ന, ഒരേ സിറിഞ്ച് തന്നെ കൂട്ടത്തിൽ ഇരുന്ന് ഉപയോഗിക്കുന്ന സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.
ചില സ്ഥലങ്ങളിലെങ്കിലും ഉണ്ടാകാം. പക്ഷേ അത് വ്യാപകമാണോ എന്നുള്ളതും ഇത്തരത്തിലുള്ള ആരോഗ്യ പരിശോധനയിൽ കൂടി മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിപ്പോൾ ഒരു എക്സൈസിനോ പോലീസിനോ അല്ല, അത് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു പരിശോധന ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഒരു ഇത് വ്യാപകമായിട്ട് ആരുടെയെങ്കിലും ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുള്ളൂ. ഡോക്ടർ എസ് എസ് ലാൽ, ഇതിപ്പോൾ ഈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്നൊരു സർവേയിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ സംവിധാനവുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന, ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് സാധാരണ ഈ ഹൈറിസ്ക് കാറ്റഗറിയിൽ നടത്ത പരിശോധനയിൽ ഇതുപോലെ HIV ബാധിതരെ കണ്ടെത്താറുണ്ട്. അങ്ങനെ അതൊരു സ്വാഭാവിക നടപടിയുടെ ഭാഗമായി വന്നതാണ്. അതിനപ്പുറം ഈ വാർത്തയ്ക്ക് വലിയ ആശങ്കയുടെ ഒന്നും ആവശ്യമില്ല എന്നാണ്. ഡോക്ടർ എസ് എസ് ലാൽ, അങ്ങനെയാണോ താങ്കൾ കരുതുന്നത്? കേരളത്തിൽ ഈ മാറിയ സാഹചര്യമുണ്ടല്ലോ, ഇപ്പോൾ MDMA വ്യാപകമായ ഉപയോഗം, അതുപോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നു, പലതരത്തിലുള്ള ലഹരി മരുന്നുകൾക്ക് ചെറുപ്പക്കാരടക്കം അടിമകളാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വാർത്തയെ എത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ കാണണം? അതിന് ചില പശ്ചാത്തലം വിവരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ HIV ബാധിതരുള്ള 3-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. സൗത്ത് ആഫ്രിക്കയും നൈജീരിയയും കഴിഞ്ഞാൽ ഇന്ത്യയാണ്. ശതമാനം കുറവാണ്. ഇപ്പോൾ 1000-ൽ 2 പേർക്കൊക്കെ HIV ഉള്ളൂ. 1000 പേര് പരിശോധിച്ച 2 പേർക്ക് കാണുള്ളൂ ഇന്ത്യയിൽ മൊത്തത്തിൽ. അതേസമയം ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ഈ ശതമാനം വലിയ നമ്പറായിട്ട് മാറും. അതാണ് ഒരു 10-25 ലക്ഷം പേർക്കെങ്കിലും ഇന്ത്യയിൽ ഇപ്പോൾ നോക്കിയാലും HIV കാണും. ഇതൊരു വശം. ഇത് കൂടാതെ ഇന്ത്യയിൽ ഒരുപാട് വ്യത്യസ്തമുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. ഇന്ത്യയിൽ HIV കൂടുതലുള്ളത് നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പിന്നെ മഹാരാഷ്ട്ര, പിന്നെ കേരളം ഒഴികെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ തുടക്കത്തിൽ HIV മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഇപ്പോൾ ഈ HIV മാപ്പ്, ഇന്ത്യയുടെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര, കേരളം ഒഴികെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യം. കേരളത്തിൽ HIV ഉണ്ട്. അപ്പോൾ കേരളത്തിൽ HIV ഇല്ലാതിരിക്കുന്നില്ല. അപ്പോൾ പക്ഷേ കേരളത്തിൻ്റെ ശതമാനം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളതിനേക്കാളും താഴെയാണ് കേരളത്തിൽ ശതമാനം. കണക്കുകൾ പിന്നീട് വേണമെങ്കിൽ പറയാം. അപ്പോൾ HIV കേരളത്തിലും ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ ഏതാണ്ട് 90% പേർക്ക് ഇപ്പോഴും HIV പകരുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്. എന്നാൽ ഒരു 6% പേർക്കെങ്കിലും ശരാശരി നമുക്ക് ഈ കുത്തിവയ്ക്കുന്ന സൂചികളിലൂടെ, സിറിഞ്ചുകളിലൂടെ, കുത്തിവയ്ക്കുന്ന ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർക്കാണ് കിട്ടുന്നത്. അപ്പോൾ അത് യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മുടെ ലൈംഗിക തൊഴിലാളികൾക്ക് പോലും ഇന്ത്യയിൽ 1% പേർക്ക് HIV ഉള്ളൂ. പക്ഷേ കുത്തിവയ്പ്പ് ഉപയോഗിച്ച് ലഹരി മരുന്ന് ശരീരത്തിലേക്ക് കടത്തുന്നവർക്ക് 6% HIV ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ യാഥാർത്ഥ്യങ്ങളുണ്ട്. പിന്നെ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിന് ചുറ്റിക്കിടക്കുന്ന സമീപ പ്രദേശങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലും HIV കൂടുതലാണ്. തെക്കേ ഇന്ത്യയിൽ HIV കൂടുതലാണ് ഞാൻ പറഞ്ഞു. പിന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് തൊഴിലാളികൾ വരുന്നുണ്ട്. ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമുക്കിവിടെ അതിഥി തൊഴിലാളികളുണ്ട്. പിന്നെ മലയാളികൾ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ. പിന്നെ അടുത്ത കാലത്തായിട്ട് നമുക്ക് മയക്കുമരുന്ന് വ്യാപനം കേരളത്തിൽ വ്യാപകമാണ്. അതിനകത്ത് ഇനി ആർക്കും തർക്കമില്ല. ഇതിൻ്റെ മറ്റ് കാരണങ്ങളെ മാത്രമേ അതിനകത്ത് തർക്കം പോലും ഉള്ളൂ. അപ്പോൾ വ്യാപനമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ കുത്തിവയ്ക്കുന്ന IV ഡ്രഗ് അബ്യൂസ് എന്ന് പറയും, അത് മരുന്നുകൾ ഉപയോഗിക്കുന്നവരും കൂടിയിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ട ഈ എയ്ഡ്സ് സെല്ലിൻ്റെ പരിശോധനയിൽ കണ്ടത്. ഇതിനകത്ത് പറയാനുള്ളത് തീർത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ പ്രത്യേക സാമൂഹിക സാഹചര്യങ്ങളും കേരളീയർ ഒരുപാട് യാത്ര ചെയ്യുന്നുകൊണ്ടും കേരളത്തിലേക്ക് ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുകൊണ്ടും HIV കൂടുതലുള്ള സംസ്ഥാനങ്ങളിലവർ ഇവിടെ ഒരുപാട് തങ്ങുന്നത് കൊണ്ടും പിന്നെ കുത്തിവയ്പ്പിലൂടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ പുറത്തുനിന്ന് വരുന്നതുകൊണ്ടും അവരുമായിട്ട് സഹകരിക്കുന്ന മലയാളികളുകൊണ്ടും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിൽ കൃത്യമായ കണക്കുകൾ വേണം. കൂടുതൽ വിശദമായിട്ടുള്ള ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് കൃത്യമായ ഒരു കണക്കെടുപ്പ് സംസ്ഥാന തലത്തിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിൾ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. മാത്രമല്ല ഒരു കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ കോവിഡൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ HIV രോഗത്തിനെതിരെയുള്ള പ്രചരണങ്ങൾ ഒരുപാട് കുറഞ്ഞു പോയി. അതാരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ലോകത്ത് എല്ലായിടത്തും സംഭവിച്ചു. കാരണം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതമായിട്ടുള്ള റിസോഴ്സുകളേ ഉള്ളൂ. ധനത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിലായാലും. ഈ പണവും ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ ഏതാണ്ട് മുഴുവനായിട്ട് ഉപയോഗിച്ചത് കോവിഡ് കാലത്ത് കോവിഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ടുള്ള ദേശീയ പരിപാടി, ആരോഗ്യ പരിപാടിയായിരുന്ന HIV പ്രോഗ്രാം, TB പ്രോഗ്രാം, ഇതിലേക്കുള്ള ശ്രദ്ധ ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം HIV ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടാനുള്ള താമസം ഉണ്ടായിട്ടുണ്ടാകും. പലർക്കും താമസിക്കും തോറും അവർ സ്വയം HIV ആണെന്ന് അറിയാത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് രോഗം കൊടുത്തിട്ടുണ്ടാകും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, നമുക്കെല്ലാം ഭദ്രമാണെന്ന് പറയാനായിട്ടുള്ളൊരു വാസനയുണ്ട്. അത് ഏത് സംസ്ഥാനത്ത് ഏത് രാജ്യത്തിനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ HIV കുറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ പോലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ചില പ്രത്യേക നഗരങ്ങളിലും, പ്രത്യേകിച്ച് ഈ ചേരി പ്രദേശങ്ങളും നഗരങ്ങളിലും HIV കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ കുറയുമ്പോൾ പോലും കഴിഞ്ഞ വർഷത്തെ കുറച്ച് കുറയലിൽ പോലും നിരക്ക് വലിയതായിട്ട് കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ HIV ഇന്ത്യയിൽ ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം കേരളത്തിലുണ്ടായിരിക്കും. കേരളത്തിൽ നമ്മളെല്ലാം ശരിയെന്ന് പറയാൻ നോക്കരുത്, എല്ലാം നമ്പർ 1 എന്ന് പറയാൻ നോക്കരുത്. പല കാര്യത്തിലും കേരളം അനുകരണീയമല്ലാത്തതുകൊണ്ട് ആ മേഖല വേണമെങ്കിൽ പിന്നീട് സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ട് കേരളം ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. HIV നമ്മുടെ എയ്ഡ്സ് സെല്ല് ചെയ്ത പ്രവൃത്തി നല്ലതാണ്, ഈ വാർത്തകൾ ഉണ്ടാകുന്നതല്ലാണ്. വാർത്തകൾ ഒളിക്കാനും ശ്രമിക്കരുത്, നമ്പേഴ്സ് പ്രത്യേകിച്ച്. താങ്കൾ പറഞ്ഞത് ഇപ്പോഴും നമുക്ക് ഇതിനകത്ത് കൃത്യമായ ഒരു കണക്ക് പുറത്തേക്ക് വരണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണല്ലോ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത്. ആ കണക്ക് പുറത്തു വരാൻ പാകത്തിലുള്ള ഒരു പരിശോധന ആവശ്യമാണ്, ജനങ്ങൾക്കും ആവശ്യമാണ്. അതെ ഞാൻ പറഞ്ഞത് ആ തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് DMO പറഞ്ഞത് ആദ്യം ഈ HIV ബാധ കണ്ടെത്തിയിരിക്കുന്നത് ഒരു മലയാളിയിലാണ്. അപ്പോൾ അതിനുശേഷം അയാൾക്ക് എവിടെ നിന്നാണ് രോഗബാധ ഏറ്റതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ ഈ സിറിഞ്ച് മാറി മാറി ഉപയോഗിച്ചു നിന്നാണ് മറ്റുള്ളവർക്കൊക്കെ രോഗബാധ ഉണ്ടായിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയത് എന്ന് DMO ഇന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതൊരു പ്രത്യേക ക്ലാസ് ആണല്ലോ. ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ, അതായത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ നടത്തിയിട്ടുള്ള സർവേയിൽ നിന്നാണ് ഈ HIV ബാധ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ മാത്രം ഒതുങ്ങി നിന്നാൽ മതിയോ ഈ പരിശോധന? അങ്ങനെയല്ലെങ്കിൽ ഇത് സമൂഹത്തിൻ്റെ ഇതര തട്ടുകളിലേക്ക് പടരാനുള്ള സാധ്യത ഉണ്ടോ കേരളത്തിൽ? തീർച്ചയായിട്ടും. IV ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ കുത്തിവയ്പ്പ് മാർഗത്തിലൂടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അവർ ജീവിതത്തിൻ്റെ മറ്റെല്ലാ മേഖലയിലും പങ്കെടുക്കുന്നവരാണ്. അവരുമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടാകുന്നവർ കാണും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ രക്തത്തിലൂടെ പകരുന്നല്ല, രക്തദാനത്തിലൂടെ പകരുന്നത് വളരെ കുറവാണ്. എങ്കിൽ പോലും അതിനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ രക്തത്തിലൂടെയാണ് ഇത് പകരുന്നത്, ലൈംഗികബന്ധത്തിലൂടെയാണ് മുഖ്യമായിട്ടും, പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലൂടെ പ്രസവ സമയത്ത് പകരം, ഇങ്ങനത്തെ ചെറിയൊരു സാധ്യതയുണ്ട്. പക്ഷേ കൂടുതൽ ലൈംഗികബന്ധത്തിലൂടെയാണ്. ഏതാണ്ട് 90%, 85-90% ഇടയ്ക്ക്. അപ്പോൾ ഈ ഡ്രഗ് അബ്യൂസിൽ അല്ലെങ്കിൽ കുത്തിവയ്പ്പ് സൂചികളിലൂടെ സിറിഞ്ചിലൂടെയും HIV പകരാൻ സാധ്യതയുള്ള മനുഷ്യർക്ക് അവർക്ക് ജീവിത പങ്കാളികളുണ്ടാകാം, അല്ലെങ്കിൽ ലൈംഗിക പങ്കാളികളുണ്ടാകാം, അവർക്ക് ആ റിസ്ക് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് കൃത്യമായിട്ടൊരു കണക്കെടുപ്പ് നടത്തണം. HIV സെല്ലും എയ്ഡ്സ് സെല്ലൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോയി, പ്രത്യേകിച്ച് കോവിഡ് വന്നപ്പോഴത്തേക്ക്. പിന്നെ HIV-ക്കെതിരെ ഒരു മരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കുറച്ചൊരു ഉദാസീനത സമൂഹത്തിലും സർക്കാർ തലത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകം അറിയണം. ഇത് HIV അണുക്കളുടെ എണ്ണം കുറയ്ക്കുകയുള്ളൂ, രോഗം മാറ്റില്ല, രോഗവിമുക്തിയില്ല. ശരീരത്തിൽ HIV വൈറസ് കയറിക്കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായി പുറന്തള്ളാനായിട്ട് ഇതുവരെയും ഒരു മരുന്നുമില്ല. അത് പറയുമ്പോൾ തന്നെയും ഭയക്കരുത്. നമ്മുടെ കൂട്ടത്തിൽ പലർക്കും HIV ഉണ്ട്. HIV ഉള്ള എല്ലാ തലത്തിലും എല്ലാ മേഖലയിലുള്ളവർക്ക് HIV അറിഞ്ഞോ അറിയാത്ത കാരണങ്ങൾ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അവരാരും ഭയന്നു പോകരുത്. HIV ഉള്ളവരും നമ്മുടെ സഹോദരന്മാരാണ്, നമ്മുടെ പൗരന്മാരാണ്. അവർക്കെല്ലാ തുല്യനീതിയും തുല്യ അവകാശങ്ങളും ഉള്ളവരാണ്. ആർക്കെങ്കിലും HIV വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും പ്രതികാര ബുദ്ധിയോടെയോ ദേഷ്യത്തോടെയോ കാണരുത്. അവർ നമ്മളൊരാൾ തന്നെയാണ്. നമുക്ക് ആർക്ക് കിട്ടാവുന്ന രോഗമാണ്. നമ്മൾ അറിയാത്ത മാർഗങ്ങളിലൂടെയും നമുക്ക് കിട്ടിയെന്ന് വരും. അതുകൊണ്ട് HIV ഉണ്ടെങ്കിൽ ആർക്കിത് ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടോ മറ്റു മാർഗങ്ങൾ കിട്ടിയവരാണെങ്കിലും അവർക്കും ചികിത്സയുണ്ട്. ഒരു ദിവസം ഒരു നേരമൊക്കെ കഴിച്ച് രോഗം പൂർണ്ണമായും വർദ്ധിക്കാതെ മറ്റ് ഏതൊരാളെപ്പോലും ജീവിക്കാനുള്ള സംവിധാനം ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട്. അതുകൊണ്ട് HIV ഉള്ളവരിത് കേട്ട് ഭയന്നു പോകരുത്. HIV വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് നിലവിലുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള ചികിത്സ എടുക്കാൻ കഴിയുന്നതുമാണ്. ശരി, ജോർജ് ജോസഫ് സാർ, ഇപ്പോൾ ഇതിനകത്ത് ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തുന്നത്. അതിനപ്പുറത്ത് ഈ ലഹരിയുടെ ഉപയോഗം, അതിലൂടെ ഈ രോഗം പടരാനുള്ള സാധ്യത, അതിൻ്റെ ഒരു കണക്കെടുപ്പ്, അത് തടയാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ, ഈ കാര്യങ്ങളിലൊന്നും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല. കാരണം ഇന്നിപ്പോൾ DMO പറഞ്ഞതും ഞങ്ങൾ പരിശോധിച്ചു, അതൊരു റുട്ടീൻ പരിശോധനയാണ്, ഒരു സർവേയാണ്, അത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ നടത്തുന്നതാണ്, അത് സെക്സ് വർക്കേഴ്സ് ഉണ്ട്, ലൈംഗിക തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ ഈ മാരകമായി ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടമുണ്ട്. പലരും പരിശോധനയ്ക്ക് പോലും തയ്യാറാകാതെ എന്തെങ്കിലും രോഗസാധ്യത ഉണ്ടെങ്കിൽ അതുപോലും വെളിപ്പെടുത്താൻ താല്പര്യമില്ലാതെ ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ സർവേ നടത്തുക, വിവരങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. എന്നിട്ടും 10 പേരുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസിനും എക്സൈസിനും ഒക്കെ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? കാരണം ഇപ്പം നമുക്കറിയാം, ലഹരി എന്നത് പുതിയ ക്രിമിനൽ സംഘങ്ങളെ സൃഷ്ടിക്കുകയാണ് കേരളത്തിൽ. പുതിയ ക്രിമിനലുകളെ കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദുരനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ പോലീസിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജോർജ് ജോസഫ് സാർ? ഇല്ല, ഇത് നമുക്ക് ഇപ്പം വളാഞ്ചേരിയിലുണ്ടായ സംഭവം അതൊരു മലയാളിയുടെ നിന്നാണ് കണ്ടെത്തിയെങ്കിലും മലയാളിക്ക് കിട്ടിയതൊരു ബംഗാളിയിൽ നിന്നാണ്.
ബംഗാളിലെ ഒരാൾ കണ്ടെത്തി, അയാളുടെ കൂട്ടുകാർ 2 പേരുണ്ടായിരുന്നു. ആ 2 പേർക്കും HIV ഉണ്ട്, മലയാളിക്കും ഉണ്ട്. ഇവരുടെ കോണ്ടാക്റ്റിൽ പിന്നെ അന്വേഷിച്ചപ്പോൾ ഒരു 6 പേർക്ക്, അങ്ങനെ മൊത്തം 10 പേർക്ക് HIV കണ്ടെത്തി കഴിഞ്ഞു. നമ്മളൊരു കാര്യം ആലോചിക്കണം, ഈ HIV ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് അവർ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഇഞ്ചെക്റ്റ് ചെയ്ത്. നമുക്ക് പല സ്കൂളിൻ്റെ കോമ്പൗണ്ടിനടുത്തും കോളേജിൻ്റെ കോമ്പൗണ്ടിനടുത്തും ധാരാളം സിറിഞ്ചുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി എന്തെങ്കിലും ഒരു കുത്തിവയ്പ്പിന് പോയി കഴിഞ്ഞാൽ അവിടെ സൂചി ഇതൊക്കെ ചൂടാക്കുന്ന 100 ഡിഗ്രിയിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ശരീരത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ അയാളുടെ സുഹൃത്തുക്കൾ 4-5 പേര് ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഈ HIV വന്നിരിക്കുന്നു. കാരണം ഒരു സിറിഞ്ചിലെ സൂചിയിൽ 42 ദിവസം ഈ HIV ആ വൈറസ് അവിടെ നിൽക്കും. 42 ദിവസം നിൽക്കും. 100 ഡിഗ്രി കൂടുതൽ ആ സൂചിയും മറ്റേതും നമ്മൾ തിളപ്പിച്ചാൽ മാത്രമേ, അത് 20 മിനിറ്റ് തിളപ്പിച്ചെങ്കിൽ മാത്രമേ ഇവ നശിക്കുകയുള്ളൂ. അപ്പം ഹ്യൂമൻ ഇമ്മ്യൂണൽ ഡെഫിഷ്യൻസി വൈറസാണത്. ഇത് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രവർത്തനം എന്താണ്? അത് ഡോക്ടർ ലാലു പറഞ്ഞു ഞാൻ വിചാരിച്ചിരുന്നത്. അതിനകത്ത് നമുക്ക് ശരീരത്തിലെ നമുക്ക് വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ട്. അത് വെള്ള നിറത്തിലുള്ള നമ്മുടെ രക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. ഇതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. ഒരാളുടെ ഇമ്മ്യൂണിറ്റിയെ പ്രിസർവ് ചെയ്യുന്ന ഈ കോർപ്പസൽസ്, ഈ രക്താണുക്കൾ ഉണ്ടെങ്കിൽ നമ്മളെ ഈ ഇമ്മ്യൂണിറ്റി കാരണം ഇതെല്ലാം തടയുന്നത് അവനെയാണ് ഇവർ നശിപ്പിക്കുന്നത്. അത് നശിപ്പിക്കുന്ന അതിൻ്റെ കൗണ്ട് വ്യത്യാസം വരും. അത് CD4+ എന്ന് പറഞ്ഞ കൗണ്ടുണ്ട്. ആ CD4+ കൗണ്ട് ആദ്യം ഈ വൈറസ് കയറിക്കഴിഞ്ഞാൽ 500 കൗണ്ട് നമുക്കുണ്ടെങ്കിൽ അത് ഇവൻ ചെന്ന് കഴിയുമ്പം അത് പതുക്കെ താഴോട്ട് പോകും. അങ്ങനെ സ്റ്റേജ് 2 വരും. 2 CD4 സെല്ല് അത് 350-നും 499-നും 500 താഴെ നിൽക്കും. അടുത്ത സ്റ്റേജ് 3-ാം സ്റ്റേജാണ്. അത് 200-നും 349, അതിൻ്റെ CD4+ സെല്ല് 200 അത്ര നിൽക്കും. 4-ാം സ്റ്റേജ് കുറച്ച് കട്ടിയാണ്, അത് എയ്ഡ്സിലോട്ട് വരും. അതാണ് അത് CD4+ 200-ന് താഴെ വന്നു കഴിഞ്ഞ് എയ്ഡ്സിലോട്ട് വരും. ഞാൻ ഒരു എയ്ഡ്സ് രോഗിയെ കണ്ടിട്ടുണ്ട്. അത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴ ഒരു ഹോസ്പിറ്റലിൽ റോഡിൽ കൂടെ നടക്കുന്ന ഒരാളാണ്, എയ്ഡ്സ് രോഗിയാണ്. ഞാൻ അദ്ദേഹത്തിനെ അവിടെ എങ്ങും കിടത്താൻ പറ്റില്ല. ആ ഹോസ്പിറ്റലിൻ്റെ തിണ്ണയിൽ ഒരു മൂലയിലിട്ടിരിക്കുകയാണ്. കാരണം കാല് മുഴുവൻ പഴുത്ത് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ല് മുഴുവൻ നമുക്ക് കാണാം കയ്യിലും കയ്യിൽ. എത്ര ശോചനീയമായ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഈ കുട്ടികളെല്ലാം ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിക്കഴിഞ്ഞാൽ ആ സിറിഞ്ച് 40-42 ദിവസം അതിൻ്റെ ആ അണുക്കൾ അവിടെ തന്നെ ഇരിക്കും. HIV അവിടെ ഇരിക്കും. അവനെ തിളപ്പിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവൻ നശിച്ചു പോകുള്ളൂ എന്ന് മനസ്സിലാക്കിയോണം. ഇപ്പം വളാഞ്ചേരിയിലുണ്ടായ അവരുടെ ഇമ്മ്യൂണിറ്റിയിൽ പ്രശ്നങ്ങൾ എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ പലർക്കും, ഡോക്ടർ ലാലു നേരത്തെ സഞ്ചരിക്കുന്നവരാണ്, വിദേശത്തൊക്കെ നമ്മൾ പോകും, നമുക്കെല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇവൻ്റെ അക്രമം കൂടിക്കഴിഞ്ഞ അനുകൂല സാഹചര്യമാണെങ്കിൽ എയ്ഡ്സിലേക്ക് പോകുമെന്നുള്ളതാണ്. അത് നമ്മൾ ആ കാര്യം പലരും എയ്ഡ്സ് രോഗികളൊന്നും നമ്മളിപ്പം അവരൊക്കെ വളരെ രഹസ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം, ആരും കാണാതിരിക്കട്ടെ. ഞാൻ കണ്ട അവസ്ഥയാണ് പറഞ്ഞത്. തൊടുപുഴ കോളേജ് ഞാനൊരു ചെറുപ്പത്തിൽ കണ്ടതാണ്, എന്നും ഞാൻ മറക്കത്തില്ല അത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുട്ടികൾ ഈ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ലഹരി മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന കോളേജ് സ്കൂളിലെ കുട്ടികൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾ പലർക്കും ഇതുണ്ട്. ഏറ്റവും ഇപ്പം വന്നിരിക്കുന്നവരെല്ലാം ബംഗാളികളാണ്. ആ 3 പേരെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വെസ്റ്റ് ബംഗാളിൽ തീർച്ചയായിട്ടും ധാരാളം എയ്ഡ്സ് രോഗികളുണ്ട്. ആ നോർത്ത് ഈസ്റ്റേൺ, നേരത്തെ അദ്ദേഹം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ് കൂടുന്നത്, ബോംബെയിലുമാണ് കാണുന്നത്, ഡൽഹിയിലും ഉണ്ട് ഒരു പരിധി വരെ. അപ്പോൾ അതുകൊണ്ട് മലയാളികൾ യാത്ര ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. കാരണം നമുക്ക് ഒരു സെക്ഷൽ ഇൻട്രാക്ഷൻ ആ ഒരു ബന്ധത്തിൽ അതും ഉണ്ടാകാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഇതുണ്ടാകാം. അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീ അവരുടെ കുട്ടികൾക്കും ആ സ്ത്രീക്കും ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. സിറിഞ്ച് ആണ് ഏറ്റവും പെട്ടെന്ന് കേരളത്തിൽ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം. അതുകൊണ്ട് ഡോക്ടർ രേണുക അത് അവിടുത്തെ മലപ്പുറത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞത്, അത് ഈ വ്യാപനം നമ്മൾ എങ്ങോട്ടൊക്കെ പോയെന്ന് കണ്ടുപിടിക്കണം. ഇവരെ തൊട്ട് കഴിഞ്ഞാൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട 100 കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ HIV ആ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം സിറിഞ്ച് മാറ്റി കുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 40-42 ദിവസം ലൈവായിട്ട് അവൻ നിൽക്കും. അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള അതിൻ്റെ ഇത്. അതുകൊണ്ട് ജനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം കുട്ടികൾ സിറിഞ്ച് ഉപയോഗിച്ച് ഉള്ള കുട്ടികളിത് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ
കോളേജിൽ പഠിക്കുന്ന കുട്ടികളായാലും ചെറുകിട മക്കളായാലും ശരി, തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ പരിശോധന അടിയന്തരമായിട്ട് നടത്തണം. കാരണം ഇത് പിടി കിട്ടാത്ത പോലെ ഇത് അങ്ങ് വ്യാപിച്ച് കളയും. കാരണം കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിനെ അവ നശിപ്പിച്ച് കളയും. ഇമ്മ്യൂണിറ്റി നമ്മുടെ നശിക്കും, നമുക്ക് പ്രതിരോധ ശക്തി കുറയും. അതുകൊണ്ട് പിന്നീട് അതൊരു ക്യാൻസറിലേക്ക് പോകും. കാരണം പ്രതിരോധ ശക്തി നശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ, കോൾഡൊക്കെ ഇപ്പം കേരളം മുഴുവൻ അത് വ്യാപിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് കോൾഡ് വന്നിട്ട് പോകുന്നില്ല. അപ്പോൾ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്നത് അത് എന്ത് കാരണം കൊണ്ടാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കാരണം അത് വളരെ അടിയന്തരമായിട്ട് ആരോഗ്യവകുപ്പ് ഇത് ശ്രദ്ധിക്കണം. കാരണം ടിപ്പിക്കലായിട്ട് ഇപ്പം നമുക്ക് 6-7 കേസ് അവിടെ കിട്ടിക്കഴിഞ്ഞു. 10 പേരെ നമ്മൾ കണ്ടെങ്കിൽ ആ 10 എന്നുള്ളൊരു 100 പേരിലേട്ടെങ്കിലും വ്യാപിച്ചിട്ടുണ്ട്. അടിയന്തര ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണം. കാരണം നമ്മൾ ഈ ലഹരി ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെല്ലാം വയലൻസിലേക്ക് പോയതിനെ പറ്റി ആകുലതയോടെ നമ്മൾ ഇരിക്കുകയാണ്. കേരളം മുഴുവൻ എല്ലാ സ്ഥലത്തും അങ്ങനെ വന്നിരിക്കുന്നു. അതുതന്നെയല്ല, അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ അവരുടെ വയലൻസ് മാത്രമല്ല, അവർ വീണ്ടും അഡിക്ഷനിലോട്ട് പോകുന്നത് സിറിഞ്ച് കൊണ്ട് കുത്തുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. പല സ്ഥലത്തും ഇങ്ങനെ സിറിഞ്ച് കൂടിക്കിടക്കും. നമ്മളെ ഈ സ്പോട്ടിലൊക്കെ നോക്കിക്കോളൂ, പല ഇടവഴികളിടയ്ക്ക് ഇങ്ങനെ സിറിഞ്ച് കിടപ്പുണ്ട്. കേരളത്തിലെ എറണാകുളത്ത്, കൊച്ചിയിലായാലും കോഴിക്കോടായാലും ശരി, തൃശ്ശൂരായാലും ശരി, ഒരുവിധം ചെറിയ ടൗൺഷിപ്പിൻ്റെ അടുത്തൊക്കെ ചില പ്രത്യേക ഏരിയ നമ്മൾ ഒന്ന് തപ്പി നോക്കിക്കോളൂ, അവിടെ പല കളറിലുള്ള സിറിഞ്ച് കിടക്കുന്ന കാണാം. ഒരു സിറിഞ്ച് എന്ന് പറയുന്ന ഒരു HIV ഉള്ള ഒരാൾ അവർ 8-10 പേര് കൂടി ഇരുന്നിട്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും HIV കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇത് നേരത്തെ ഡോക്ടർ ലാലൊക്കെ പറഞ്ഞ പോലെ മലയാളികൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നവരാണ്, ഇന്ത്യ മുഴുവൻ പോകുന്നവരാണ്, എവിടെയും പോകും മലയാളികൾ. എല്ലാവർക്കും ഈ HIV തീർച്ചയായിട്ടും കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, യാത്ര ചെയ്യുന്നവരൊക്കെ കൂടുതലും. അടിയന്തര ശ്രദ്ധ പറയേണ്ടതാണ്. കാരണം നമ്മൾ മറ്റേതിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രിവെൻറ്റീവ് ചെയ്യാം. ഇതിനകത്ത് വന്ന് പിടിച്ചു പോയി കഴിഞ്ഞാൽ അത് എയ്ഡ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മോചനമില്ല, റിക്കവറി ഇല്ല. അതുകൊണ്ട് ഇത് നമ്മളെ ഭീതിപ്പെടുത്തുന്നു. കാരണം അത് കേട്ടപ്പം പോലെ എനിക്ക് ഏതായാലും ഇന്ന് ചർച്ചയിൽ അത് എടുത്തത് നന്നായി. കാരണം ഇത് അടിയന്തരമായിട്ട് എല്ലാ ചാനലുകളും ഇതേപ്പറ്റി ചർച്ച ചെയ്യണം, ഇതേപ്പറ്റി ബോധവരാക്കണം. ഈ സിറിഞ്ചിൻ്റെ അകത്ത് 40-42 ദിവസം ഞാനത് അത് എക്സ്പെർട്സിനെ പറഞ്ഞു തന്നതാണ്. 40-42 ദിവസം വരെ അതിനകത്ത് നിൽക്കും. 100 ഡിഗ്രിക്ക് വെളിയിൽ 20 മിനിറ്റ് നമ്മൾ വെള്ളം ചൂടാക്കി മാത്രമേ ഇവൻ നശിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്ര സജീവമായിട്ട് ഇവൻ ശരീരത്തിൽ നിൽക്കും. ഒരുതിൽപ്പെട്ട ആൾക്കാർ പിടിച്ചു കഴിഞ്ഞ് ഇവൻ വെളിയിൽ പോകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് ടെസ്റ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യണം. അതിന് ട്രീറ്റ്മെൻറ്റ് എയ്ഡ്സിലോട്ട് വന്നാൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലയെന്ന് നമ്മൾ വിചാരിച്ചോണം. HIV മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. മറ്റേ രംഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളം നമ്മൾ ഈ നശിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ബോംബെയിലും മറ്റിടത്തൊക്കെ പോപ്പുലേഷൻ അനുസരിച്ച് അവിടെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവർ ധാരാളം പേരുണ്ടെങ്കിൽ അവരൊക്കെ കുറച്ചുകൂടെ ഇപ്പം മെഡിക്കലായിട്ട് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ അവർ അതിന് മുമ്പ് മെഡിക്കൽ എക്സാമിനേഷനൊക്കെ നടത്തി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൽക്കട്ടയിൽ ഉൾപ്പെടെയുള്ള ആ ബംഗാൾ സൈഡിൽ ഈ കാര്യത്തിൽ അവരെല്ലാം പിന്നോക്കമാണ്. അവർക്ക് ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം ആൾക്കാർ വരുന്നു. നോർത്ത് ഈസ്റ്റേൺ സൈഡ് പല സ്ഥലത്തു നിന്നും, തായ്ലൻഡ് ഉൾപ്പെടെയുള്ള ബർമ, അവിടെ നിന്നൊക്കെ പലരും വരുന്നുണ്ട്. കേരളത്തിലെ കൂടുതൽ നമ്മൾ ആലോചിച്ചോണം, ഈ അടുത്ത കാലത്ത് കുറേ ബംഗ്ലാദേശുകാരെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബംഗാളിൻ്റെ കൂടെ തന്നെ അതേ ഭാഷ തന്നെ സംസാരിച്ച് അവരിവിടെ വന്നിട്ട് കേരളത്തിൽ പല സ്ഥലത്തും ബംഗ്ലാദേശിലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അടുത്ത കാലത്ത് 3-4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ AK ജയശ്രീ, ആരോഗ്യ വിദഗ്ധ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ജയശ്രീ ഡോക്ടർ, ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം ആളുകൾക്ക് HIV ബാധ സ്ഥിരീകരിക്കുന്നത് എന്നാണ്. താങ്കൾക്ക് തിരുത്താം, ഞാൻ മനസ്സിലാക്കിയത്. ഇതൊരു സ്വാഭാവിക സാഹചര്യമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ കാര്യത്തിൽ ആശങ്ക വെച്ച് പുലർത്തണം? ഇത് ഇപ്പോൾ നേരത്തെ DMO ശ്രീമതി രേണുക സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഇത് വളാഞ്ചേരിയിലോ അല്ലെങ്കിൽ പരിസര പ്രദേശത്തോ മാത്രം ഒരു സാഹചര്യമായിട്ടല്ല കാണേണ്ടത്. മറ്റിടങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ പരിശോധനകൾ കൃത്യമായി നടത്തിക്കഴിഞ്ഞാൽ എയ്ഡ്സ് രോഗബാധിതരുടെ എണ്ണം ഇനിയും കൂടാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം കരുതൽ നമുക്ക് ആവശ്യമാണ്? എത്രത്തോളം ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിവിശേഷമാണ് ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ളത്? കേരളത്തിൽ നേരത്തെ ഡോക്ടർ ലാൽ പറഞ്ഞതുപോലെ കേരളത്തിൽ പൊതുവെ നോക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ HIV കുറേശ്ശെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇപ്പോൾ ഈ ഒരു ഡേറ്റയിൽ നിന്ന് മാത്രമല്ല. അത് HIV ഡേറ്റ കളക്ട് ചെയ്യാനുള്ള കൃത്യമായ സംവിധാനം നമുക്കുണ്ട്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അത് ചെയ്യുന്നുണ്ട്.
അത് സെൻറ്റിനൽ സർവേലൻസ് എന്ന് പറയും. നമ്മൾ എല്ലാ ഗർഭിണികളെയും പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലുമുള്ള ആൾക്കാരെ സ്ഥിരമായി ഓരോ ഗ്രൂപ്പ് പരിശോധനയുണ്ട്. അപ്പോൾ അത് ഓരോ വർഷവും എത്ര കൂടി വരുന്നു എന്നുള്ളതിന് നമുക്ക് അറിയാൻ പറ്റും, എത്ര കൂടുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ കൂടുതലായിട്ടും സ്ക്രീനിങ് ഇതുപോലെയുള്ള ഈ ഞാൻ പറഞ്ഞല്ലോ കൂടി ഉണ്ട് എന്ന് മനസ്സിലായിട്ട് ഈ സ്ക്രീനിങ് കൂട്ടിയിട്ടുമുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഇതിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ കൂടുതൽ സ്ക്രീനിങ് നടത്തുന്നുണ്ട്. അത് ഈ HIV കൂടുതലും ഇപ്പോൾ കാണുന്നത് സാധാരണ മനുഷ്യരിലാണ്. നേരത്തെ ഇപ്പോൾ ഹൈ റിസ്ക് മാത്രമല്ല, ഹൈ റിസ്ക് ആയിട്ടുള്ളവർക്കും ഉണ്ട്, മറ്റ് സാധാരണ നമ്മൾ ഉള്ള മനുഷ്യർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഹൈ റിസ്ക് മയക്കുമരുന്ന് ഇഞ്ചക്റ്റ് ചെയ്യുന്നവരെന്ന് പറഞ്ഞത് അവരിൽ നിന്നും മറ്റ് രീതിയിൽ, അതായത് സെക്ഷൽ ട്രാൻസ്മിഷൻ വഴി, ലൈംഗിക ബന്ധം വഴി വേറെ ആളുകളിലേക്കും പകരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സ്പ്രെഡ് കൂടും എന്നുള്ളതാണ്. ഇത് പ്രത്യേകം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഈ മയക്കുമരുന്ന് ഉപയോഗം പ്രത്യേകം അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. മറ്റു തരത്തിൽ പകരുന്നതും നമ്മളിതുപോലെ നോക്കേണ്ടതാണ്. അപ്പോൾ ഈ ഡേറ്റ നമുക്ക് തീരെ ഇല്ലാതെയില്ല, ഡേറ്റ നമുക്കുണ്ട്. പക്ഷേ ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ കുറച്ചും കൂടെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് കുറച്ചൊരു എന്താ പറയുക, കോവിഡ് വന്നതുകൊണ്ടോ ഒക്കെ തന്നെ അതിൽ പഴയതുപോലൊരു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധവും കുറവായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് പകരുന്നതെന്നുള്ളത്, ഇപ്പോൾ കൂടുതലും പകരുന്നത് ഇപ്പോഴും ലൈംഗിക ബന്ധം വഴി തന്നെയാണ്. പക്ഷേ ഇതുപോലെ ഈ മയക്കുമരുന്ന് ഒക്കെ ഇഞ്ചക്റ്റ് ചെയ്യുന്നവരിൽ പെട്ടെന്ന് ഇതിപ്പോൾ ഒരാൾ ഒരു ഗ്രൂപ്പിൽ ഒരു 10 പേര് ഒരേ സിറിഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകാൻ വലിയ സാധ്യതയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ റിസ്ക് വളരെ കൂടുതലാണ്. അവരിൽ നിന്ന് പിന്നെ മറ്റുള്ളവരിലേക്ക് പകരും. ഇവിടെ ഇപ്പോൾ ഈ 2-3 ഫാക്ടേഴ്സ് വളരെ പ്രധാനമായിട്ട് വരുന്നുണ്ട് കേരളത്തിൽ ഈ കൂടുന്നതിന്. ഒന്ന്, ഈ മൈഗ്രേഷൻ കൂടുതൽ, മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അതും ഇപ്പോൾ ആർക്കും സംശയമില്ല, വളരെ വ്യാപകമായിട്ട് കൂടുന്നു എന്നുള്ള കാര്യം. പിന്നെ സെക്ഷൽ ബിഹേവിയറിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, പഴയതിനേക്കാൾ കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കൂടുതലും പിന്നെ സാധാരണ ആളുകൾ, ഹൈ റിസ്ക് അല്ലാത്ത ആളുകളിലാണ് ഇപ്പോൾ കൂടുതൽ. ഇപ്പോൾ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഹൈ റിസ്ക് അല്ലാത്ത ആളുകളിലാണ് കൂടുതൽ കാണുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ടാർഗറ്റിനെ നമ്മൾ പ്രത്യേകം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മയക്കുമരുന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മയക്കുമരുന്ന് ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ ഡോക്ടർ SS ലാൽ പറഞ്ഞു, ഈ കോവിഡ് വന്ന ശേഷം നമുക്ക് ആളുകളുടെ ഇടയിൽ ഇപ്പോൾ എയ്ഡ്സിനെതിരായിട്ടുള്ള HIV-ക്കെതിരായിട്ടുള്ള ബോധവൽക്കരണമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതിന് കോവിഡിന് ശേഷം നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഫോക്കസ് മറ്റു പല കാര്യങ്ങളിലേക്കും മാറിപ്പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു റൂട്ട് കോസ്, ഇപ്പോൾ ഈ ലൈംഗിക രാജകത്വം എന്നത് മാറ്റി നിർത്തി ഇതിപ്പോൾ ഈ പറയുന്ന ലഹരി ഉപയോഗം, അത് ഒരേ സിറിഞ്ച് കൂടുതൽ പേർ ഉപയോഗിക്കുന്നു എന്നതൊക്കെയാണ് ഇനി കേരളത്തിൽ HIV ബാധയ്ക്കുള്ള കാരണമായി മാറാൻ പോകുന്നതെങ്കിൽ അതിന് ഇപ്പോൾ ഇതിനെതിരായിട്ടുള്ള ബോധവൽക്കരണമൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ടല്ലോ. എന്നിട്ടും നമ്മളെവിടെ ഇത്തരം സിറിഞ്ച് ഉപയോഗിക്കുന്ന, ഇതേപോലെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ. സോ ഇതിൻ്റെ ഫലമായി ലൈംഗിക രാജകത്വവും അവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേവലം ഒരു ബോധവൽക്കരണത്തിലൂടെ മറികടക്കാൻ കഴിയുന്ന പ്രശ്നമാണോ കേരളത്തിലുള്ളത്, അതോ അതിലും സങ്കീർണമാണോ? ബോധവൽക്കരണം ഒരു കാര്യം മാത്രമാണ്, അതുമാത്രമായിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റില്ല. വെച്ചാൽ ഇത് ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ അരാജകത്വം എന്നുള്ള ഒരു ആശയത്തേക്കാൾ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ മനുഷ്യരുടെ സ്വഭാവമാണ്. ഈ സെക്ഷൽ ബിഹേവിയറിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, മയക്കുമരുന്ന് ഉപയോഗമല്ല. അത് മാറ്റിക്കഴിഞ്ഞാൽ സെക്ഷൽ ബിഹേവിയറിൽ മനുഷ്യർക്ക് ലോകത്തിലെല്ലാം ഒരേ സ്വഭാവമാണ് ഉള്ളത്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് HIV പ്രിവെൻഷൻ എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞിരുന്നത് സേഫ് സെക്സ് എന്നുള്ള ഒരു കാര്യമാണ്. സേഫ് സെക്സ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടുള്ള ലൈംഗിക ബന്ധമാണ്. അപ്പോൾ അത് കുറച്ച്
വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണലായിട്ട് രണ്ട് ആളുകൾ തമ്മിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ കൂടി അത് നടക്കുകയുള്ളൂ. അത് വെറും ബോധവൽക്കരണം മാത്രം പോരാതെ നമ്മളൊരു അവയർനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട് മാത്രം പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം മുതൽ ഇതിനെ പിയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ ലൈംഗിക തൊഴിലാളികളുടെ ഇടയിലാണെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് അവരെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യുവാക്കളുടെ ഇടയിൽ ഇപ്പോൾ കൂടി വരുന്നുണ്ട് സാധാരണ ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ആഴത്തിലുള്ള സാധാരണ ബോധവൽക്കരണം എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി ആഴത്തിലുള്ള ഒരു ബിഹേവിയർ ചേഞ്ച്, നമ്മൾ സാധാരണ പറഞ്ഞ സ്വഭാവമാറ്റം, ബിഹേവിയർ ചേഞ്ച് ആവശ്യമുള്ള ഒരു കാര്യമാണ്. മയക്കുമരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അല്ലാത്ത സെക്ഷൽ ബിഹേവിയറിൻ്റെ കാര്യത്തിലും ആണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ അവരെ ടാർഗറ്റ് ചെയ്യുക, അവരെ റീച്ച് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് എന്നുള്ളതാണ്. ഇപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ ഇപ്പം നമ്മൾ വ്യാപകമായിട്ട് അവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് കുറച്ച് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് വളരെ പ്രയാസമാണ്. അതുപോലെയാണ് ഇത് കണ്ടെത്താൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഇതിനെക്കുറിച്ച് സേഫ് സെക്സിനെ കുറിച്ച് അറിയുകയും എന്നുള്ളതേ നമുക്ക് പ്രായോഗികമായിട്ട് അല്ല ജയശ്രീ ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഡോക്ടർ ഒരു ഭാഗം ഞാൻ പറഞ്ഞത് ഡോക്ടർ മറ്റൊരു തരത്തിലാണ് അതിനെ മനസ്സിലാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നത് ഒന്നിലധികം പങ്കാളികളുമായുള്ള ശാരീരിക ബന്ധം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇത് വളരെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട്, അതായത് ലഹരിയുടെ അടിമയാവുകയും എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ഉണ്ടാകുന്ന അത്തരം അരാജകത്വത്തിലേക്ക് എത്തുന്ന കൂട്ടായ്മകളെ കുറിച്ചാണ്. അതിലേക്ക് പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം അല്ലെങ്കിൽ ചെറുപ്പക്കാരികളുടെ എണ്ണം മറ്റു പലയിടങ്ങളിൽ എന്ന പോലെ കേരളത്തിലും കൂടി വരുന്നു എന്നാണ് ആ അർത്ഥത്തിലാണ് ഞാൻ ലൈംഗിക അരാജകത്വം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത്. അതായത് അത് സ്വതാല്പര്യമോ ബോധത്തോടു കൂടിയല്ല, അത് ഈ ലഹരിക്കടിമയായി അതിലേക്ക് പോകുന്നു എന്ന അടിസ്ഥാനത്തിലാണ്. ആ അർത്ഥത്തിൽ അത്തരം ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ ഡോക്ടർ. അതെ, ഉണ്ട്, തീർച്ചയായിട്ടും അത് റിസ്ക് വളരെ വളരെ കൂടുതലാണ്. ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം പ്രത്യേകം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. ഒന്ന് മയക്കുമരുന്നിൻ്റെ എന്ന് പറഞ്ഞാൽ അവരുടെ റിസ്ക് വളരെ വലുതാണ്. അത് രണ്ട് തരത്തിലുള്ള റിസ്ക്കാണ്. ഒന്ന് ഈ ഉപയോഗിക്കുന്ന എല്ലാവരുടെ ഇടയിൽ പടരുന്നതും അവർ പിന്നീട് മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ള പകരുന്നതും അവരിൽ നിന്ന് പിന്നെ സാധാരണക്കാരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നതും. അതെല്ലാം ഓരോ പോയിന്റിലും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഇത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ചിലപ്പോൾ ഒരാൾക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരാൾക്ക് എത്ര പേരുമായിട്ട് ബന്ധമുണ്ടായെന്ന് പറഞ്ഞ് നമുക്ക് കണ്ടെത്താനൊന്നും പറ്റില്ല. എന്നുവെച്ചാൽ അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പ്രയാസമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മനുഷ്യരും, നമ്മൾ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യം അതാണ്, എല്ലാ മനുഷ്യരും സേഫ് സെക്സിനെ കുറിച്ച് അവെയർ ആകുക എന്നുള്ളതാണ്. ഇപ്പം ഇവരിൽ നിന്ന് കിട്ടാതിരിക്കണമെങ്കിൽ, എനിക്ക് കിട്ടാതിരിക്കണമെങ്കിൽ ഞാൻ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവെയർനെസ് പ്രത്യേകിച്ച് യുവാക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. മറുവശത്ത് നമ്മൾ ഈ മയക്കുമരുന്നിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഏതെല്ലാം തരത്തിൽ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ അപകടം HIV മാത്രമല്ലല്ലോ, നമുക്കറിയാം വേറെ ഒരുപാട് അപകടങ്ങൾ, അതിൽ നിന്നുള്ള കൊലപാതകങ്ങളും പിന്നെ ആത്മഹത്യകളും, ഇങ്ങനെ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നമായിട്ടാണ് മയക്കുമരുന്നിൻ്റെ കാര്യമുള്ളത്. പിന്നെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസ് മാറ്റേണ്ടി വരും. ഇപ്പം ഞങ്ങളിത് പൊതുവെ പൊതുജനാരോഗ്യത്തിൽ ഒരു 2-3 തരം സമീപനങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് നിയമപരമായിട്ടുള്ള സമീപനം, ലീഗൽ അപ്രോച്ച് എന്ന് പറയും. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ഒരു മെഡിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് അപ്രോച്ച് എന്ന് പറയും, പൊതുജനാരോഗ്യപരമായിട്ടുള്ള ഒരു സമീപനമുണ്ട്. പിന്നെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടേതായിട്ടുള്ള ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് വഴി ചെയ്യാവുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇത് മൂന്നും ഒരേപോലെ പ്രധാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് മയക്കുമരുന്നിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിയമവിദഗ്ധർ ഇവിടെയുണ്ട്. നിയമപരമായിട്ടുള്ള ഒരു സമീപനം ഇപ്പോൾ അത് ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യമാണ്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ സോഴ്സ് റിഡക്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത്, നമ്മളെപ്പോഴും ഈ ദുർബലരായിട്ടുള്ള ആൾക്കാരെ മാത്രം ഇതിന് വിധേയരാകുന്ന വളരെ വീക്കായിട്ടുള്ള പല കാരണങ്ങൾ, നമ്മൾ വൾണറബിൾ എന്ന് പറയും. ഇപ്പം മൈഗ്രൻ്റായിട്ട് വരുന്ന ആൾക്കാരൊക്കെ വളരെ വൾണറബിളാണ്. അതുപോലുള്ള ആൾക്കാരെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ സോഴ്സ് ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഇപ്പോൾ അത് നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. അതിനോടൊപ്പം വേണ്ടത് ഒരു സോഷ്യൽ അവയർനെസ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പൊതുവെ ഇതിൽ യോജിക്കുന്നുണ്ട്. ഇപ്പോൾ മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാ വിഭാഗം ആൾക്കാരും, സാമൂഹ്യ പ്രവർത്തകരാകട്ടെ, മാധ്യമ പ്രവർത്തകരാകട്ടെ, ആരോഗ്യ പ്രവർത്തകരാകട്ടെ, എല്ലാവരും ഒരുമിച്ച് വരുന്ന
ഒരു സന്ദർഭം നമുക്കുണ്ട്. അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. എന്നുവെച്ചാൽ പലരും പറയുന്നത് ഈ മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് ഭീഷണിയാണ്. അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുക. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് അതിനെ എതിർക്കുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്തും. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടായത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഈ ഭീഷണിക്ക് കുറച്ച് പ്രയാസമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു മൊമെൻറ്റിനെ നമ്മളങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പൊതുവായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക ജാഗ്രത അല്ലെങ്കിൽ അവയർനെസ് കൊണ്ട് മാത്രം കാര്യമില്ല. അവിടെയാണ് ഈ ഇൻ്റർപേഴ്സണൽ രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടുതൽ ഒരു ആഴത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ അവരെ ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനുള്ള വേറൊരു സമീപനമാണ് പൊതുജനാരോഗ്യ സമീപനമാണ് ഇതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പം ഇതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, മാറി വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടുതൽ ഈ ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും. അതൊരു പൊതുജനാരോഗ്യ സമീപനമാണ്. അത്തരം സമീപനവും കൂടി നമ്മൾ എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ ഈ എല്ലാ സമീപനവും ഒരുമിച്ച് ചെയ്യേണ്ട, അത് അടിയന്തരമായിട്ട് കേരളത്തിൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വളാഞ്ചേരിയിൽ 10 പേർക്ക് HIV രോഗബാധ സ്ഥിരീകരിക്കുകയും അത് ലഹരി ഉപയോഗത്തിലൂടെ ആ സിറിഞ്ച് മാറി മാറി ഉപയോഗിച്ചതിലൂടെയാണ് ഈ രോഗം വ്യാപിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് എൻകൗണ്ടർ പ്രൈം എന്ന വിഷയം ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ മറ്റൊരു വലിയ ഭീതിയും ഭീഷണിയുമായി HIV രോഗബാധ മാറുന്നുണ്ടോ, പടരുന്നുണ്ടോ എന്നതാണ് ഇന്ന് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ എങ്ങനെ തടയാം, എത്രത്തോളം ജാഗ്രത ഈ ഘട്ടത്തിൽ കേരളത്തിൽ ആവശ്യമാണ് എന്ന കാര്യമാണ് വിദഗ്ധർ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ബി രാധാകൃഷ്ണൻ, ഇതിപ്പോൾ ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പരിശോധിക്കുമ്പോൾ രോഗബാധയുണ്ടോ എന്ന് മാത്രമാണ്. അതെങ്ങനെ വന്നു എന്ന് പരിശോധിച്ചപ്പോൾ സിറിഞ്ച് മാറി മാറി ഉപയോഗിച്ചതാണെന്ന് കണ്ടെത്തി. എക്സൈസിന്റെ പരിശോധന ഇപ്പോൾ നേരത്തെ ജോർജ് ജോസഫ് സാറൊക്കെ പറഞ്ഞതുപോലെ വഴിയിൽ ഇപ്പോൾ ധാരാളം സിറിഞ്ചുകൾ കിടക്കുന്നത്, പല ഊടുവഴികളിലൂടെ പോകുമ്പോഴും അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞ് സിറിഞ്ചുകൾ കിടക്കുന്നത് കാണാം. കുട്ടികൾക്കിടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ ലഹരി ഉപയോഗത്തിൻ്റെ ഭാഗമായി സിറിഞ്ചിൻ്റെ ഉപയോഗം കൂടി വരുന്നുണ്ട് എന്നാണ്. എക്സൈസ് ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അവർക്ക് ഇതുപോലെ ഒരു എയ്ഡ്സ് സാധ്യതയൊക്കെ പരിശോധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരസ്പരം യോജിച്ചുകൊണ്ട് ഈ വകുപ്പുകൾക്ക് ഒന്നിച്ചു നീങ്ങാൻ കഴിയും, അതിനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു യോജിച്ച പ്രവർത്തനം, അത് ആരോഗ്യവകുപ്പുമായിട്ട് മാത്രമല്ല എല്ലാ വകുപ്പുകളുമായിട്ട് യോജിച്ച ഒരു പ്രവർത്തനം തന്നെയാണ് ഗവൺമെൻറ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു യോഗം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വകുപ്പ് മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും ഉദ്യോഗസ്ഥരുടെയൊക്കെ യോഗം വിളിച്ചു കൂട്ടിയതും, അതുപോലെ അടുത്ത് വരുന്ന 30-ാം തീയതി അദ്ദേഹം തന്നെ വീണ്ടും കുറച്ചുകൂടി വലിയൊരു ആൾക്കാരുടെ ഇതിൻ്റെ വിദഗ്ധരുടെയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയൊരു യോഗം തന്നെ ചേരുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇത്തരത്തിലുള്ള ഇത് കണ്ടെത്തിയാൽ, ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ സിറിഞ്ച് ഉപയോഗിച്ചത് കൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചവരുടെ ഇടയിൽ ഇങ്ങനെ വ്യാപകമായിട്ട് അല്ലെങ്കിൽ കുറച്ചധികം 10 പേരൊക്കെ കിട്ടുന്നു എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്, മാധ്യമ ശ്രദ്ധയിലും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള അവസരങ്ങളിൽ നമ്മളത് കുറച്ചുകൂടി ആ പ്രദേശങ്ങളിൽ ഇങ്ങനെ ശ്രദ്ധയിൽ വരുന്ന സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെടാനും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെടാനും അവരുടെ ഒരു സഹായം സ്വീകരിക്കുന്നതിനും മടിയൊന്നുമില്ല. അത്തരത്തിലുള്ള ഒരു യോജിച്ച പ്രവർത്തനം തന്നെയായിരിക്കും ചെയ്യുക. പക്ഷേ അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ സോഴ്സ് കണ്ടെത്തുന്നതിന് വളരെയധികം ശ്രമം നടത്തുന്നുണ്ട്. അതിപ്പോഴല്ല, കുറച്ച് മുമ്പ് തന്നെ നമുക്ക് കിട്ടുന്ന കേസുകളിൽ ചെറിയ കേസുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും അതിൻ്റെ സോഴ്സിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പലപ്പോഴും വലിയ കണ്ണികളെ തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത്. പക്ഷെ ഭൂരിഭാഗവും ഞാൻ നോക്കുന്നത് ഈ സിറിഞ്ച് ഉപയോഗിക്കുന്ന മയക്കുമരുന്നിനേക്കാൾ ഉപരിയായിട്ട് ഈ കഞ്ചാവ്, MDMA അതുപോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. സിറിഞ്ച് ഉപയോഗിക്കുന്ന ആൾക്കാരില്ല എന്നല്ല, ഉണ്ട്. ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന ബ്യൂപ്പർനോഫിനോ അതുപോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ധാരാളം ഉപയോഗിക്കുന്ന ആൾക്കാരെയും അതുപോലെ ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരെയും നമ്മുടെ പലപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ കാണുന്ന സ്ഥലങ്ങളിൽ ഇനി കൂടുതലായിട്ടുള്ള ശ്രദ്ധ പതിപ്പിക്കുകയും അത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായിട്ട് ആ പ്രദേശങ്ങളിൽ അവിടെ അങ്ങനെ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആൾക്കാർ വരുന്നുണ്ടോ അല്ലെങ്കിൽ അത് വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ കാര്യത്തിൽ ഒത്തൊരുമിച്ച് തന്നെയായിരിക്കും പോകുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് പരിശോധന, ഇത്തരത്തിലുള്ള ആരോഗ്യ പരിശോധന പ്രത്യേകമായി എക്സൈസിന് ഇല്ലാത്തതുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ സഹകരണത്തോടു കൂടി തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. തികച്ചും ഇപ്പോഴും നമ്മുടെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് എല്ലാം പ്രവർത്തിക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ സഹകരണത്തോടു കൂടിയാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഡോക്ടേഴ്സും അവരുടെ ആൾക്കാരെ ഉപയോഗിച്ച് തന്നെയാണ് നമ്മുടെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇതിലും തീർച്ചയായിട്ടും ഒരു സഹകരണം ഉണ്ടാകും. രാധാകൃഷ്ണൻ സാർ, ഈ എക്സൈസിൻ്റെ ഇതുവരെയുള്ള പരിശോധനയിൽ താങ്കളുടെ അനുഭവത്തിൽ ഈ സിറിഞ്ച് ഉപയോഗിച്ചിട്ടുള്ള ലഹരി ഉപയോഗം
ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടുതലാണോ കുറവാണോ കേരളത്തിൽ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് പ്രായപരിധിയിലുള്ള ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നത്? താരതമ്യേന എനിക്ക് തോന്നുന്നത് പിന്നെ ഈ സിറിഞ്ച് ഉപയോഗിക്കുന്നവർ കുറവാണ് കമ്പാരിറ്റീവ്ലി. അതായത് കഞ്ചാവോ അല്ലെങ്കിൽ മറ്റതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സിറിഞ്ച് ഉപയോഗിക്കുന്നവർ കുറവാണ്. പക്ഷേ പാർട്ടികൾ, അതുപോലെ ഈ ചില കൂട്ടം കൂടിയിരുന്നുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ സിറിഞ്ചിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് കാണുന്നത്. അവിടെയാണ് ഈ അപകടവും വരുന്നത്. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരേ സിറിഞ്ച് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ആളിന് ഇത്തരത്തിൽ അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ കൂട്ടം കൂടിയിരുന്ന് കുട്ടികൾ ഇത് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ഇതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടർ എസ് എസ് ലാൽ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വിവരങ്ങൾ സത്യസന്ധമായി അത് സമൂഹത്തെ അറിയിക്കുക എന്നതാണ്. വിവരങ്ങൾ മറച്ചു വെക്കാതിരിക്കുക. അപ്പോൾ അതിന് വേണ്ടത് ശരിയായ രീതിയിലുള്ള പരിശോധനകളാണ്. അതിൽ കണ്ടെത്തുന്ന വിവരങ്ങളെ പ്രസിദ്ധീകരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇത്രയധികം ആളുകൾക്ക് ഒരുമിച്ച് HIV സ്ഥിരീകരിക്കുന്നത് ആദ്യത്തെ സംഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വ്യാപനം കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ലഹരി ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന വിവരത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ. അപ്പോൾ ഇതിൻ്റെ പരിശോധന എങ്ങനെയാണ് നടത്തേണ്ടത്? അതിൻ്റെ ശാസ്ത്രീയമായ രീതികൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് HIV ബാധിതരുടെ ഒരു കണക്കെടുപ്പ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് നടത്താൻ കഴിയുക? നേരത്തെ ഡോക്ടർ ജയശ്രീ പറഞ്ഞതുപോലെ ഈ ഗർഭിണികളിലുള്ള പരിശോധനയിലൂടെ ഒരു പ്രോക്സി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര പേർക്ക് HIV കാണും എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നമുക്ക് കിട്ടുന്നത് ഈ ANC ക്ലിനിക്, ആൻറ്റിനേറ്റൽ ക്ലിനിക്ക് വഴിയുള്ള പരിശോധനയിലൂടെ സ്ത്രീകളെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണക്കുകൂട്ടലൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് കേരളത്തിലുള്ള മുഴുവൻ പേരും പരിശോധിച്ചിട്ട് ഇത്ര പേർക്ക് HIV ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കൃത്യമായ നടപടികൾ വർഷങ്ങളായി നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. അത് ഏത് മന്ത്രിസഭയോ ഏത് മന്ത്രി എന്നുള്ള പ്രശ്നമല്ല, ആരോഗ്യവകുപ്പിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപഭോഗം കേരളത്തിൽ കൂടിയതുകൊണ്ടും അതിനകത്ത് ഇഞ്ചക്ഷനുകളിലൂടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് കണ്ടതുകൊണ്ടും ആ മേഖല ഒരു പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ്. കാരണം ഇങ്ങനെ HIV കിട്ടുന്നവർ കുടുംബങ്ങളുള്ളവരും അല്ലെങ്കിൽ ലൈംഗിക പങ്കാളികളുള്ളവരും ഒക്കെ ആയിരിക്കും. അപ്പം നേരത്തെ ഡോക്ടർ ജയശ്രീ പറഞ്ഞതുപോലെ അത് അവരുടെ പങ്കാളികളിലേക്കും പിന്നെ സാധാരണ സമൂഹത്തിലേക്കും പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്തൊരു അവിടെ വെച്ചൊരു കണക്കെടുപ്പ് നടത്തേണ്ടതാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പണ്ട് HIV വന്നപ്പോൾ അത് സായിപ്പിൻ്റെ അസുഖമെന്ന് പറഞ്ഞു അമേരിക്കക്കാരാണ്. പിന്നെ അത് ബോംബെക്കാരുടെ അസുഖമെന്ന് പറഞ്ഞു. പിന്നെ ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെയും കൂടെ അസുഖമായി മാറി. അതിപ്പോൾ നമ്മൾ ഈ വടക്ക് കിഴക്കൻ മേഖലയിലുള്ളവരോ അങ്ങനെ അവരുടെ അസുഖമാണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിയാൻ ശ്രമിക്കുന്നത് നമ്മുടെയും കൂടെ യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഞാൻ ജയശ്രീയൊക്കെ ഒരു കാൽനൂറ്റാണ്ട് മുമ്പ് തന്നെ ഈ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. നമുക്ക് നമ്മുടെ മുന്നിൽ ഡോക്ടർമാരുണ്ടായിരുന്നു, ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, എല്ലാ ജനവിഭാഗത്തിനും വരാം. അപ്പോൾ ഈ ലൈംഗിക സ്വഭാവം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഭരണഘടന ഉപയോഗിച്ചൊന്നും തീരുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നത് നമ്മളൊരു റിയാലിറ്റി ആയിട്ട് യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇതിനൊരു വസ്തുതയായിട്ട് അംഗീകരിച്ചുകൊണ്ട് പിന്നെ ഈ കണക്കുകൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും മനുഷ്യരിൽ അനാവശ്യമായ ഭയവും വ്യത്യസ്ത രീതിയിലുള്ള അല്ലെങ്കിൽ മനുഷ്യരെ വ്യത്യസ്തരായി കാണുന്ന രീതിയിലുള്ളൊരു കാരണം ഉണ്ടാകരുത്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ രോഗികൾക്കും മനുഷ്യാവകാശമുണ്ട്. നമ്മൾ ഒരാൾ HIV വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെടാൻ പാടില്ല, എന്ത് കാരണം കൊണ്ടായാലും. നമ്മുടെ ആശുപത്രിയിൽ ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങളുടെ ആശുപത്രിയുടെ മുന്നിൽ വെച്ച് വഴക്കുണ്ടാക്കി ആശുപത്രി പൊളിക്കാൻ ശ്രമിക്കുന്നൊരുത്തന് അവിടെ കൈയോ കാലോ മുറിഞ്ഞാലോ തലയിറങ്ങി വീണാൽ അയാൾ ഞങ്ങളുടെ രോഗിയാണ്. പിന്നെ അത് ആശുപത്രി പൊളിക്കാൻ വന്നവനല്ലേ ചികിത്സിക്കേണ്ടെന്ന് ആരും പറയാറില്ല. അപ്പോൾ അതുപോലെയാണ്. രോഗം ആരുടെയും കുറ്റമല്ല. ഒരു ജയശ്രീയൊക്കെ പണ്ട് നടത്തിയൊരു സ്റ്റഡിയുണ്ട്. അപ്പോൾ അന്ന് ഈ ലൈംഗിക തൊഴിലാളി സ്ത്രീകൾക്കാണ് ഈ അസുഖം വരുന്നത് പ്രചാരണം 80കളിലും 90കളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പഠനം കണ്ടു അതിന് ഭൂരിഭാഗം പേർക്കും വന്നിരിക്കുന്നത് ജീവ പങ്കാളിയിൽ നിന്നാണ്, ഭർത്താവിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് തെറ്റായ ധാരണകൾ നമ്മൾ പരത്തിയാൽ ഈ രോഗം അല്ലെങ്കിൽ രോഗം ടെസ്റ്റ് ചെയ്യാൻ ആളുകൾ മടിക്കും. പണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആദ്യത്തെ HIV ടെസ്റ്റിംഗ് തുടങ്ങിയത്, ഈ HIV സെല്ലൊക്കെ വരുന്നതിന് മുമ്പ്. അന്ന് അവിടെ ഏറ്റവും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ രോഗം വന്നവരെ കണ്ടുപിടിച്ച് കൗൺസിലിംഗ് കൊടുക്കാനോ കുടുംബാംഗങ്ങളെ കൗൺസിൽ ചെയ്യാൻ പറ്റാതെ പോയത് എല്ലാവരും കള്ളപ്പേരിലാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മളിതിനെ കൈകാര്യം ചെയ്യേണ്ടത്. രോഗം ഒരു കുറ്റമല്ല, ഏത് രോഗം വന്നാലും. അല്ല, ഈ എയ്ഡ്സിന്റെ കാര്യത്തിൽ ഡോക്ടർ പറയുന്നത് അച്ചടക്കമുള്ള ജീവിതം അസാധ്യമാണെന്നാണോ? ഇപ്പോൾ മനുഷ്യരുടെ ഒരു പെരുമാറ്റ രീതികൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ അച്ചടക്കം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ HIV ജീവിതത്തിൽ എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. ഒരാളുടെ ലൈംഗിക സ്വഭാവം ആർക്കും ഞാൻ പറഞ്ഞത് നിയമം കൊണ്ടോ പോലീസിങ് കൊണ്ടോ ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർമാർക്ക് HIV ഉണ്ടായിട്ടുണ്ട്, പല വഴിക്ക് വന്നായിരിക്കാം, രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴുള്ളവരുണ്ട്,
പിന്നെ വലിയ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അതൊരു വേറെ വിഷയം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് പോലീസിങ് കൊണ്ട് ഒരാളുടെ ലൈംഗിക സ്വഭാവം നിയന്ത്രിക്കാൻ പറ്റില്ല. നമുക്ക് അനുഭവം ഉള്ളതാണ്. അതൊരു മറ്റൊരു ചർച്ചയുടെ വിഷയം പോലുമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം എന്താണ് ഒരു വേണ്ട വഴിക്കല്ല എന്തുകൊണ്ട് ചെയ്തോട്ടെ എന്നല്ല. പക്ഷേ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ സഹാനുഭൂതി അർഹിക്കുന്നതാണ്. സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ മുഴുവൻ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഈ ശ്രീ ജോർജ് ജോസഫ് ഒക്കെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു പണ്ട് പഴുത്തും പഴുത്തൊലിച്ച് കിടക്കുന്ന രോഗിയെ കണ്ടു നിൽക്കണം. ആ കാലമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും HIV പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാനുള്ള മരുന്നുകളില്ലെങ്കിൽ പോലും നമുക്ക് CD4 സെൽ കൗണ്ട് കുറയാതിരിക്കാനുള്ള വളരെ നല്ല മരുന്നുകൾ ഇപ്പോൾ ശാസ്ത്രം സംഭാവന ചെയ്തിട്ടുണ്ട്. കുറേ നാളുകളുണ്ട്. ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. അതുപോലെ തന്നെ ക്യാൻസറുകളിലേക്ക് എത്തിപ്പെടാൻ എയ്ഡ്സിലേക്ക് എത്തിപ്പെടാതിരിക്കാനും ഒക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. രോഗം വരാതിരിക്കുക എന്നുള്ള 100% അതിനകത്ത് തന്നെയാണ് പ്രാധാന്യം. പക്ഷേ വന്നു പോയി കഴിഞ്ഞാൽ അവരുടെ രോഗം നിയന്ത്രിച്ച് ആയുസ് പോലും പൂർണ്ണമായിട്ടും മറ്റൊരു HIV ഇല്ലാത്ത ഒരാളെപ്പോലെ അത്രയും വർഷം ജീവിച്ചിരിക്കാനുള്ള പറ്റുമെന്നുള്ള തെളിവുകൾ വന്നിട്ടുണ്ട്. പണ്ട് ആദ്യകാലത്ത് ജയശ്രീ ഞാനൊക്കെ HIV പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അന്ന് പറയപ്പെട്ടിരുന്നത് HIV മരണ വാറണ്ടെന്നാണ്. HIV വന്നു കഴിഞ്ഞാൽ വർഷങ്ങൾക്കുള്ളിൽ മരിച്ചു പോകുമായിരുന്നു. പിന്നെ ആദ്യകാലത്ത് വന്ന മരുന്നുകളും വളരെ സൈഡ് എഫക്ട്സ് ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും ചികിത്സ ഭേദമാക്കാനുള്ള മരുന്നുകളോ വാക്സിനുകളോ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ രോഗം വന്നു കഴിഞ്ഞാൽ നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ അത് ശരീരത്തിൽ നിന്ന് ആ വൈറസ് ഇറങ്ങിപ്പോവില്ല. മറ്റു പല ജലദോഷം വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ വൈറസ് കയറും, ഒരാഴ്ച കഴിയുമ്പോൾ തനിയെ പോകും, അപ്രത്യക്ഷമാകും. പക്ഷേ ഇതങ്ങനെയല്ല, ശരീരത്തിൽ എക്കാലം ഉണ്ടായിരിക്കും. എക്കാലവും ജീവിത അവസാനം വരെ മരുന്ന് കഴിക്കേണ്ടിയും വരും. അപ്പോൾ അത് വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുത്തിവയ്പ്പ് സിറിഞ്ചുകളിലൂടെയൊക്കെ വരുന്ന HIV പകർച്ച തടയാൻ പൂർണ്ണമായും ശ്രമിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു HIV വരുന്നവർ നോക്കുകയാണെങ്കിൽ ഒരു 6% HIV ഇപ്പോഴും വരുന്നത് കുത്തിവയ്പ്പ് സൂചികളിലൂടെയാണ്, അല്ലെങ്കിൽ സിറിഞ്ചുകളിലൂടെ. ഈ 6% എന്ന് പറയുമ്പോൾ 100-ൽ 6 തോന്നും. പക്ഷേ ഇന്ത്യയുടെ ജനസംഖ്യ ഓർക്കണം, കേരളത്തിൻ്റെ ജനസംഖ്യ ഓർക്കണം. ഇനി മാത്രമല്ല HIV ഞാൻ പറഞ്ഞില്ല, ലൈംഗിക തൊഴിലാളികൾക്ക് പോലും 1% പേരിലേ HIV ഉള്ളൂ. പക്ഷേ കുത്തിവയ്പ്പ് സൂചികളിലൂടെ മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നവരുടെ അവരുടെ HIV ശതമാനം 6ആണ്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ വലിയ നമ്പേഴ്സിൽ നമ്മൾ അബ്സല്യൂട്ട് നമ്പറായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയ ഭയാനകമായ നമ്പറുകളാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇതിനകത്ത് നടപടികൾ വേണം. ആരോഗ്യവകുപ്പും എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും ഒക്കെ എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ HIV കണ്ടുപിടിക്കുന്നത് പോലീസോ എക്സൈസോ ആയിരിക്കരുത്. അത് ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ആരോഗ്യവകുപ്പിന് അവിടെ പരാജയം സംഭവിക്കരുത്. ഒരുമിച്ച് ചെയ്യണം. ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ വ്യാപനവും അതൊക്കെ കച്ചവടമൊക്കെ തടയേണ്ടത് പോലീസും എക്സൈസും ഒക്കെയാണ്. പക്ഷേ ഒരാൾ പിടിച്ചുകൊണ്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടൊന്നുമല്ല HIV ടെസ്റ്റ് ചെയ്യേണ്ടത്. അതിന് വേറെ മാർഗ്ഗങ്ങളുണ്ട്. ഒരാൾക്ക് HIV ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് മുന്നുള്ള കൗൺസിലിംഗ് ഉണ്ട്, അതിന് ശേഷം കൗൺസിലിംഗ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, സ്വന്തമായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല, വളരെ ചെറിയ ശതമാനമാണെങ്കിൽ പോലും. അടുത്ത കാലത്ത് ഒരെണ്ണം ഉണ്ടായില്ലേ, അപൂർവമായിട്ട് രക്തം സ്വീകരിക്കുന്നതോടെ പോലും HIV വരാം. അയാൾ HIV രോഗിയാണ്. HIV ഇല്ലാത്ത ഒരാൾക്ക് HIV ഉള്ളൊരു പങ്കാളിയിൽ നിന്ന് HIV കിട്ടാം. കിട്ടിയ ആളെന്ത് തെറ്റ് ചെയ്തു? ഇത് തെറ്റിൻ്റെ കാര്യം പോലും അല്ല. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ജയശ്രീ ഞാനൊക്കെ ആദ്യകാലത്ത് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും അകാരണമായിട്ടുള്ള അല്ലെങ്കിൽ കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ആത്മഹത്യകൾ പോലും HIV ടെസ്റ്റ് പോസിറ്റീവ് വന്നതുകൊണ്ടാണ്. പണ്ടൊക്കെ HIV ടെസ്റ്റൊക്കെ തെറ്റായ പോസിറ്റീവ് വരും, ഫാൾസ് പോസിറ്റീവ് എന്ന് പറയും. എവിടെയും ചെന്ന് ടെസ്റ്റ് ചെയ്യും പോസിറ്റീവ് എന്ന് വരും. ദമ്പതികൾ ഒരുമിച്ചും അല്ലാതെയൊക്കെ ആത്മഹത്യകൾ പോലും ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചും വളരെ കെയർഫുള്ളായിട്ടും കേരളം പോലെ പുരോഗമിച്ച സ്ഥലത്ത് ആരോഗ്യരംഗത്ത് എല്ലാ കാര്യത്തിലും ആരോഗ്യ സാക്ഷരതയിലും ആരോഗ്യത്തിൻ്റെ നടത്തിപ്പിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം വളരെ കരുതലോടെയാണ് ഈ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ HIV വന്നവർക്ക് അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് അവനെ കൈകാര്യം ചെയ്യുന്നത്, ആ രീതിയിൽ തന്നെ അവൻ രോഗിയാകുമ്പോഴും കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കരുത്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സിറ്റിസൺസാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലെ മനുഷ്യർക്കും നമ്മൾ വിചാരിക്കുന്ന ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവം എന്ന് വിചാരിക്കുന്ന ആൾക്ക് പോലും ആ ടൈപ്പ് ആൾക്കാർക്ക് പോലും HIV ഉണ്ട്. അത് അവരുടെ ലൈംഗിക സ്വഭാവമാണ്. ഒരാളുടെ ലൈംഗിക സ്വഭാവം ആർക്കും നിർണ്ണയിക്കാൻ കഴിയില്ല, ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് വിദ്യാഭ്യാസം കൊണ്ടോ സംസ്കാരം കൊണ്ടോ അല്ലെങ്കിൽ പോലീസിങ് കൊണ്ടോ ലൈംഗിക സ്വഭാവത്തെ മാറ്റാനും പറ്റില്ല. ജോർജ് ജോസഫ് സാർ, സൂചിത്തുമ്പത്തെ ഈ വിപത്തിനെതിരെ കേരളത്തിലെ പോലീസ് എങ്ങനെ ഇടപെടണം? അത് ചോദ്യം നല്ല ചോദ്യം. ഞാനത് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. കാരണം കേരളത്തിലെ പോലീസും എക്സൈസും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ ധാരാളം പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഡ്രഗ്സ് ഉപയോഗിച്ച് കൊല്ലുന്നവരെ, അങ്ങനെയുള്ള പ്രതികൾ ധാരാളം പേരെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പോലീസ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഞാൻ മാൻഡേറ്ററി ആയിട്ട് അവർ ഫിംഗർ പ്രിൻ്റ് എടുക്കും. അപ്പം ഇവരെന്തായാലും മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ. അപ്പോൾ ആ കൂടെ ഇവരുടെ ബ്ലഡ് എടുക്കാൻ പഠിക്കണം, ബ്ലഡ് എടുപ്പിക്കണം, എന്നിട്ട് HIV ടെസ്റ്റ് ചെയ്യണം. കാരണം ഇത് നമുക്ക് ഈ ഫീൽഡിൽ എക്സ്പെർട്ടായ ഡോക്ടർ ജയശ്രീയും ഡോക്ടർ ലാലിൻ്റെയൊക്കെ കേട്ടു.
അവർക്ക് വളരെ എക്സ്പെർട്ടൈസ് ആയ ആൾക്കാരാണ്, വളരെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പക്ഷേ അവർ ഈ കസ്റ്റമറി ആയിട്ടുള്ള റൊട്ടീനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആധുനിക യുഗത്ത് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ തമ്മിൽ അവരെ പെട്ടെന്ന് എക്സൈസ് അവരെ പരസ്പരം ഈ സിറിഞ്ച് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് HIV പകരുന്നത് ആ വ്യാപനത്തിൻ്റെ തോത് നമ്മൾ കാഷ്വലായിട്ടാണ് ഡോക്ടർ രേണുകയും മറ്റവരും ഒരാളെ സംശയിച്ച് നോക്കിയപ്പം 10 പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വിചാരിച്ചോണം. ഇന്ത്യയിൽ 6% ആൾക്കാർക്ക് ഇത് HIV ഉണ്ട്. കാരണം നമ്മുടെ ജനസംഖ്യ ആലോചിച്ചോണം നമ്മൾ. അതുകൊണ്ട് കേരളത്തിൽ ഇതൊരു പ്രതിഭാസമാണ്, അത് നമ്മൾ സൂക്ഷിക്കണം, വളരെ റിസ്ക്കിയാണ്. ഞാൻ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്ത് ഈ വിദേശത്ത് പോയി വന്ന അടുത്ത കാലത്താണ് 2-3 അവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരും 60 വയസ്സ് കഴിഞ്ഞവരുമാണ്. സ്ഥിരമായിട്ട് വിദേശത്തൊക്കെ പോകുന്ന ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നവർ ഇവിടെ വന്നിട്ട് ഒരാൾ ഡൽഹി കിടന്ന് മരിച്ചു, ഒരാൾ ട്രിവാൻഡ്രത്ത് കിടന്ന് മരിച്ചുപോയി. വന്നിപ്പോൾ ഒരു അവർക്ക് സിക്കായി. അപ്പോൾ അവിടുത്തെ നമുക്ക് ആ വിദേശത്ത് പോകുന്ന രാജ്യം നമ്മുടെ ഈ സ്ഥലം നമ്മുടെ അന്തരീക്ഷം വിട്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അവരുടെ ശരീരത്തേക്ക് കയറുന്ന ബാക്ടീരിയ, വൈറസ്, അതിൻ്റെ ജേംസ് എന്താണെന്ന് നമുക്കറിയില്ല. അതിനിവിടെ ട്രീറ്റ്മെൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ അവർ 2-3 പേരും മരിച്ചു. അത് ഞാനതേപ്പറ്റി കമൻ്റൊന്നും പറഞ്ഞില്ല, എങ്കിലും എന്നെ അത് വളരെയധികം ഉണർത്തി. കാരണം ഇത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഈ വിദേശത്ത് പോകുന്നവർ ഇവിടെ നിരന്തരമായിട്ട് മലയാളികൾ കുടുംബം അടച്ച് വിദേശങ്ങളിൽ പോകുന്നുണ്ട്. ആഫ്രിക്കൻ കൺട്രിയിലും ധാരാളം പേര് പോകും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മലയാളികൾ പോകുന്നുണ്ട്. പക്ഷേ ഈ പോകുന്നതിനും വന്നതിന് ശേഷം അവർ ദയവ് ചെയ്ത് അവർ HIV എടുത്തിരിക്കണം. കാരണം അത് പരിശോധന നടത്തണം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്തോളൂ. തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. അതുപോലെ പോലീസിലും ഈ എക്സൈസിലും ഈ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെ ബ്ലഡ് കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വ്യാപനം ഏത് ലെവലിലാണെന്ന് മനസ്സിലാവും. അതായത് മുഖ്യമന്ത്രി 30-ാം തീയതി വളരെ വിദഗ്ധരെയൊക്കെ ചേർത്തൊരു, കാരണം ഇതിൻ്റെ ഈ റിസ്ക് എത്ര ആണ് എന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മളെക്കാട്ടിലും കൂടുതൽ ഇവർക്ക് രണ്ടും ഡോക്ടർ ജയശ്രീക്കും അദ്ദേഹത്തിനും ഡോക്ടർ ലാലിനും മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ വ്യാപനം നമ്മൾ കാഷ്വലായിട്ട് നോക്കിയപ്പോൾ 10 പേരാണ് കണ്ടിരിക്കുന്നത്. ആ 10 എന്നുള്ള ഇപ്പം 100 ആവും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഇത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് കൃത്യമായിട്ട് DGP, ഹോം സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അടിയന്തരമായിട്ട് പോലീസ് ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ അടയ്ക്കുന്ന കൂട്ടത്തിൽ ബ്ലഡോടെ പ്രിസർവ് ചെയ്യണം. നമുക്കിതൊരു സ്റ്റഡിയാണ്. കാരണം അത് 1 മാസത്തെ പോലീസിൻ്റെ എക്സൈസിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ വ്യാപനം എത്ര രീതിയിൽ എത്തിയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അതൊരു വലിയ സ്റ്റഡിയൊന്നും ആവശ്യമില്ല. 1 മാസത്തെ റേറ്റ് നമുക്ക് നോക്കിയാൽ മതി. 1 മാസം എങ്ങനെ പോയാലും കേരളത്തിൽ എക്സൈസിൽ ഞങ്ങളുടെ 600 കേസുകൾ എടുക്കുന്നുണ്ട്. അപ്പം 300 പേരെയെങ്കിലും നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയല്ല, വേറൊരു റിസ്ക് ഉണ്ട് ഇതിനകത്ത്. ഈ HIV ഉള്ളവരൊക്കെ തന്നെ ജയിലിലോട്ട് റിമാൻഡ് ചെയ്ത് പോവുകയാണ്. അവിടെ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം അവിടെ ഉള്ള എത്ര ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ജയിലിൽ കിടപ്പുണ്ട്. അവർക്കൊക്കെ ഈസി ആയിട്ട് ഇതങ്ങ് പകരും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് അതിൽ റിസ്ക്കി ആണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ടാണ്. ഈ വ്യാപനം നമുക്ക് തടയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഡ്രഗ്സിൻ്റെ അതിപ്രസരം നിൽക്കുന്നതുകൊണ്ട് ആ കുട്ടികൾ, ഞാൻ ഈ എക്സൈസ് രാധാകൃഷ്ണൻ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞപ്പം ഇത് ധാരാളം സ്ഥലത്ത് നിങ്ങളൊന്ന് നടന്നു നോക്കിയോ കേരളത്തിൽ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് സിറ്റിക്കകത്തൂടെ ഒന്ന് നടന്നിട്ട് ഈ വെള്ളം ഒഴുകുന്ന ചാലുകളിൽ, വെള്ളം വന്ന് തടഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ സ്കൂളുകളുടെ പരിസരത്ത് അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ചില വേസ്റ്റ് വന്ന് അടയുന്നിടത്തൊന്നും നോക്കിക്കോളൂ. എത്ര സിറിഞ്ചാണ് കിടക്കുന്നത്. ഞാൻ ധാരാളം കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയൊന്നും അവർ ശ്രദ്ധിച്ചു. അവരെ ആളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും, അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം സിറിഞ്ചുകൾ കിടക്കുന്നത്, പല കളറിലുള്ള സിറിഞ്ചുകളാണ്. അപ്പോൾ അത് ഹൈലി റിസ്ക്കിയാണ് കേരളത്തിലെ. കാരണം ഇത് നമ്മൾ ഈ ഡ്രഗ്സിനെക്കാട്ടിലും മാരകമായ ഒരു രോഗം നമ്മുടെ ശരീരത്തിലേക്ക് കയറി എന്നുള്ളതാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വിദേശത്ത് പോകുന്നവർ മാൻഡേറ്ററി ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അവർ പോകുമ്പോഴും ഈ HIV ടെസ്റ്റ് ചെയ്യണം, വരുമ്പോഴും ടെസ്റ്റ് ചെയ്യണം. ഇത് നേരത്തെ ഡോക്ടർ SS ലാലും പറഞ്ഞു. ഇത് പിടിക്കപ്പെട്ട ഒരു HIV അങ്ങ് കയറി നമുക്കത് ട്രീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അടുത്ത സ്റ്റേജിലേക്ക് പോകും, എയ്ഡ്സിലേക്ക് പോകും. കാരണം ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ ലഹരിയുടെ വ്യാപനവും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യവാസനയും ഒക്കെ
വലിയ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ അതിനിടയിലാണ് വളാഞ്ചേരിയിൽ 10 പേർക്ക് HIV രോഗബാധ സ്ഥിരീകരിച്ചതും അതോടൊപ്പം അതിൻ്റെ കാര്യകാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ലഹരി ഉപയോഗിക്കുന്ന സിറിഞ്ച് മാറി മാറി ഉപയോഗിച്ചതിലൂടെയാണ് ഈ രോഗത്തിന് വ്യാപനം ഉണ്ടായതെന്നുമുള്ള കണ്ടെത്തൽ വന്നിരിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് രോഗം വ്യാപിക്കാനുള്ള സാധ്യതകൾ, സമൂഹത്തിൻ്റെ ഇതര തട്ടുകളിലും രോഗം ഉണ്ടാകാനുള്ള സാഹചര്യവുമൊക്കെ ഈ പുതിയ വിവരത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. കേരളത്തിൽ മറ്റൊരു വലിയ ഭീഷണിയായി HIV രോഗവ്യാപനം ഉണ്ടാകുമോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷിതമായ മാർഗങ്ങളിലേക്ക് പോകണം. അതിൻ്റെ ബോധവൽക്കരണ പരിപാടികൾ കുറെ കൂടി ഊർജ്ജസ്വലമായി നടപ്പാക്കേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർക്കിടയിൽ ലഹരി ഉപയോഗത്തിൻ്റെ സാധ്യതകളെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് HIV രോഗബാധയുടെ സാധ്യതകൾ നമുക്ക് അടയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.